ഹായ് ഫ്രണ്ട്സ്, യാത്രകൾ അതിഷ്ടപ്പെടാത്ത ഒരു വ്യക്തി ഉണ്ടാവില്ല. ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത് കഴിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ എക്സ്പീരിയൻസും മെമ്മറീസും ഹാപ്പിനെസ്സും, ഐ തിങ്ക് സം ഫീലിങ്സ് ആർ ടു ഡീപ് ടു എക്സ്പ്ലെയിൻ ഇൻ വേർഡ്സ്. ടുഡേ വി ആർ ഗോയിങ് ടു ടർക്കി. അങ്ങനെ നമ്മൾ ലണ്ടൻ ഹീത്രൂവിലെത്തി. ടെർമിനൽ 2-ൽ 10:30-ക്കാണ് ഫ്ലൈറ്റ്. അങ്ങനെ ചെക്കിങ് കഴിഞ്ഞു, ബോഡി പാസ് കിട്ടി. പക്ഷെ ഭയങ്കര വിശപ്പ്, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒന്നും കഴിച്ചില്ല, കുറച്ച് ബിസി ആയിരുന്നു. അപ്പം ഞാൻ സുഷി വാങ്ങിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി. സ്റ്റിക്ക് വെച്ചിട്ട് കഴിക്കാനായിട്ട് എനിക്ക് അറിയില്ല, അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ഇത് എങ്ങനെയാണ് ആൾക്കാരിങ്ങനെ കഴിക്കണേന്ന്. ഫസ്റ്റ് ടൈം പറ്റിയില്ല, പിന്നെ ഓക്കെ, നമുക്ക് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയില്ലേ, അതുപോലെ. നമ്മുടെ ഫ്ലൈറ്റ് 1 hour ഡിലേ ആയിരുന്നു. പക്ഷെ ആ പോകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് കാരണം എനിക്ക് ആ ഒരു വെയിറ്റിംഗ് ഒക്കെ ഒരു പ്രശ്നമേ ആയിട്ട് തോന്നിയില്ല. അതുപോലെ എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. അങ്ങനെ ഫൈനലി നമ്മൾ ഇസ്താംബുളിലെത്തി. ലഗേജ് കളക്ട് ചെയ്തു. അതിനുശേഷം പോയിട്ടൊരു കോഫി കുടിച്ചു. പക്ഷെ പ്രൈസ് അത് ഇച്ചിരി കൂടുതലല്ലേ എന്നൊരു സംശയം. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. ഇതാണ് കേട്ടോ 4 days നമ്മൾ താമസിക്കാൻ പോകുന്ന റൂം. ഹായ്, നമ്മളിപ്പോൾ ഹോട്ടലിലെത്തി. ചെക്കിങ് എല്ലാം കഴിഞ്ഞു, കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഇപ്പോൾ നമ്മൾ ഗ്രാൻഡ് ബസാറിലോട്ട് പോവാണ്. പക്ഷെ സത്യമായിട്ട് പറയാലോ, അറിയില്ല എങ്ങനെ പോവാണ്. അപ്പോൾ ചാറ്റ് ജിപിടിയോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഓക്കെ. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, നമ്മളിത് ഈ കാർഡാണ് കാണിക്കുന്നത് കേട്ടോ, ഈ റെഡ് കളറ്. കാരണം ഞങ്ങൾ ഇനീഷ്യലി ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തിരുന്നത്. പക്ഷെ ട്രാവൽ യൂസ് ചെയ്യാനായിട്ട് വന്നപ്പോൾ ഇത് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞ് നമ്മുടെ ഈ കാർഡാണ് കാണിക്കുന്നത്. അങ്ങനെ ഇത് വാങ്ങിച്ചപ്പോൾ ഇവർ പറയുന്ന ഒരു കാർഡ് വാങ്ങിച്ചാൽ 2 പേർക്ക് യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അതിനകത്ത് ഒരു കാർഡിൽ നമുക്ക് 2 പേർക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഒന്ന് പ്ലാൻ ചെയ്യാൻ ഒരു ട്രിപ്പ് പോകണത് ഏറ്റവും ബെസ്റ്റ്. അതൊരു എക്സൈറ്റ്മെന്റ് ആണ്. നമ്മൾ ആദ്യം ചെന്നത് കരോക്കെ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നു ജസ്റ്റ് ഒക്കെ ഒന്ന് കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ സ്പൈസ് ബസാറിലെത്തി. കുറച്ച് ബുദ്ധിമുട്ടി ഒന്ന് കണ്ടുപിടിക്കാൻ, പക്ഷെ ഓക്കെ. എന്നാൽ നമുക്കിനി സ്പൈസ് ബസാർ ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ?
ഷോപ്പ് കണ്ടപ്പോൾ അവിടെ കയറി ഒരു ബോക്സ് ബക്ലാവ വാങ്ങിച്ചു. How is it, Mama? Nice. Nice? കുറച്ച് മധുരമുണ്ട്, ബട്ട് ഇറ്റ്സ് മധുരം ഉണ്ടാവുമല്ലോ, ബട്ട് ഇറ്റ്സ് നൈസ്. Okay. അങ്ങനെ ഞങ്ങൾ സ്ട്രീറ്റിൽ കൂടെ നടന്നു പോവായിരുന്നേ. അപ്പോഴാണ് ഈ കോൺവെൻറ്റേഴ്സിനെ കാണുന്നത്. അപ്പോൾ ഒരു ക്രേവിങ് തോന്നി. അങ്ങനെ കോണൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങൾ റിവർ സൈഡിലുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. ഫസ്റ്റ് ഡേ അല്ലേ ഇവിടെ റെസ്റ്റ് എടുക്കാൻ ഫുഡ് കഴിച്ച് ചെന്നിട്ട് വേണം റെസ്റ്റ് എടുക്കാൻ. ഡോണറ്റ് നല്ല ടേസ്റ്റാണ്. ടർക്കിഷിൽ ഇവിടുത്തെ ഒരു സ്വീറ്റാണെന്ന് അവർ പറഞ്ഞത്. ഞാൻ ട്രൈ ചെയ്തു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ രണ്ടാമത്തെയാണ് നല്ല ടേസ്റ്റ്. ഇവിടെ വരുവാണെങ്കിൽ മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നൈസ്, വെരി സ്വീറ്റ്. അങ്ങനെ നമ്മളെ ടർക്കി ട്രിപ്പിന്റെ ഡേ 1 ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഡേ 2 നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.